പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്നറിയില്ല. വായുവിൽ പ്രാണൻ എങ്ങനെയോ, വെയിലിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ ചൂടും അതിൻ്റെ പ്രകാശം എങ്ങനെയോ അതുപോലെയുള്ള നിത്യപ്രകാശമാണ്, നിത്യചൈതന്യമാണ് ഒരു നിത്യചൈതന്യതി എന്നാണ് ഈ സ്പീഡിലെ പ്രസംഗത്തിൽ കൂടി അദ്ദേഹം ഗുരുവിനെ അനുസ്മരിച്ചത്. അത് വിഷയം ആയിട്ടല്ല, വിഷയം തന്നെ ആയിത്തീർന്ന വിഷയായിട്ടും കൂടിയാണ് ഈ ജയചന്ദ്രൻ സാറ് ഗുരു നിത്യചൈതന്യതിയെ നിത്യചൈതന്യമായി അവതരിപ്പിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ശബ്ദം പറഞ്ഞ് നിർത്തിയെങ്കിലും അത് തുടർന്ന് അനാഹതമായി തന്നെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഭംഗി വാക്ക് പറഞ്ഞതല്ല, അത് പറയാൻ ഗുരുക്കന്മാർ അനുവദിച്ചിട്ടില്ല. തീരെ മുനി ഗുരു ഒട്ടും സമ്മതിച്ചിട്ടില്ല. അത്യുക്തി അതിശയോക്തി എന്ന് പറഞ്ഞാൽ നിത്യചൈതന്യതിക്ക് ഒരു നിമിഷം സഹിക്കാൻ പറ്റില്ല. നടരാജഗുരുവിൻ്റെ കാര്യം പറയുകയും വേണ്ട. അതുകൊണ്ട് ഭംഗി വാക്ക് പറയുകയല്ല, അദ്ദേഹം പറഞ്ഞതിന് ഞാൻ എങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ളതിൻ്റെ ഒരു സ്ഫുലിംഗമായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം നിർത്തിയിട്ടില്ല എന്ന് പറയുകയാണ്. നിർത്താൻ പറ്റില്ല, അനാഹതമാണ് എന്ന് പറയുന്നത്. ബ്രഹ്മസ്പർശിയായിരുന്നു ശ്രീ ജയചന്ദ്രൻ ഇവിടെ ആവിഷ്കരിച്ച ശബ്ദാവലിയിലെ മർമ്മമായിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി ഒരു പുസ്തകം എഴുതാം, ട്രൂത്ത് ആൻഡ് ബിയോണ്ട്, ഗുരു നിത്യചൈതന്യയതി. അത് ഡോക്ടർ ബി സുഗീത ഈ ലേഖനങ്ങൾ, നിത്യചൈതന്യ ഗുരു എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇപ്പോൾ നടക്കണം. അത് ഞാൻ വിചാരിക്കുന്നത് അല്ല, മൗലവിക്ക് വേണം ഈ പുസ്തകം വാങ്ങാണ്ട മധുവിൻ്റെ കൂടി ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് അതാണ്. മധു വരണം. ജയചന്ദ്രൻ സാറ് ഈ പുസ്തകം, നമ്മുടെ ഈ മധു എന്ന് പറയുന്ന ആൾ നാരായണ ഗുരുകുലത്തിലെ ബ്രഹ്മചാരിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് എത്രയോ മാസങ്ങളായി. പക്ഷേ ഗുരു ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്നതാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഗുരു ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന ഇവിടെ ഗൗതമനെ പോലെ, മുരളിയെപ്പോലെ, എല്ലാം ഇവിടുത്തെ ബ്രഹ്മചാരികളെപ്പോലെ ഗുരു ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന ആളാണ്. അദ്ദേഹം മലയാളിയല്ല, തമിഴനാണ്. തമിഴെന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് വിഷമമൊന്നുമില്ല. തമിഴ് സാഹിത്യത്തിലും പാടലുകളിലും ഒക്കെ നല്ല അവഗാഹമുണ്ട് എന്നുള്ളതോടെ തെളിയിച്ചൊരു പ്രബന്ധം അവതരിപ്പിച്ചു. ഇംഗ്ലീഷ് ഭാഷയാണ് നമ്മളോടൊക്കെ ബന്ധപ്പെടുന്നതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത്. യുവാവാണെങ്കിലും അത്രയൊക്കെ മഹത്വമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ശ്രീ ജയചന്ദ്ര സാർ കൊടുത്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യണം. സുഗീത എവിടെ? സുഗീത ഒരു പരിപാടി കൂടി വന്നോട്ടെ, അതിൻ്റെ എഡിറ്റർ വേണമല്ലോ. എനിക്ക് എൻ്റെ വിദ്യകൾ അറിയാം. ശരി കൊടുക്കണം. ഇത് ജയചന്ദ്രൻ സാറ് പറഞ്ഞ ആ നിത്യതയുടെ അടയാളപ്പെടുത്തലാണ് അക്ഷരരൂപത്തിൽ. ഓ